ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ അടുത്ത ക്ലാസ് ഇന്ന് നമ്മളൊരു പീക്കോക്കാണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മയിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, നമുക്ക് പീക്കോക്ക് പല രീതിയിൽ വരയ്ക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ ഫെദറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ പീലികളുണ്ടല്ലോ, അതിനെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമ്മൾ ക്ലോത്തിലൊക്കെ വരയ്ക്കാറ്. പല നമുക്ക് കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതിലും അതിൻ്റെ ആ പീലികൾ യൂസ് ചെയ്യുന്നതിലൊക്കെ നമ്മൾ കുറേ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്, കുറേ ടൈപ്പിൽ നമ്മൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വരച്ചു കൊടുക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ്. ഈ ടൈപ്പിലാണ് ഞാൻ ഈ പീലികളൊക്കെ വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റഫായിട്ട് ഒരു സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഫെദറിന് യൂസ് ചെയ്യുന്ന കളർ ഈ 3 കളറാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ വേണമെങ്കിൽ. ഇത് ലൈറ്റ് ഗ്രീൻ, ഇത് അൾട്രാമറൈൻ ബ്ലൂ, അതുപോലെ ഇത് ലെമൺ യെല്ലോ. ഓക്കെ, ഈ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫെദേഴ്സ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ലൈറ്റ് ഗ്രീൻ വേണമെങ്കിൽ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യാം. ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഗ്രീൻ അല്ല, മറ്റേ സാബ് ഗ്രീൻ. ഇപ്പം നമ്മൾ ലൈറ്റ് ഗ്രീൻ ആണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. സാബ് ഗ്രീനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾക്ക് എങ്ങനെയാണോ വേണം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പം ഈ ഫെദർ ഇങ്ങനെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്, ഈ ഒരു മോഡലിൽ. അപ്പോൾ ആദ്യം ഈ ഗ്രീൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. ഒരു ഔട്ട്ലൈൻ ചെയ്യുന്ന പോലെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ എഡ്ജസ് ഒക്കെ വരുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് വേണം ചെയ്യാൻ, എഡ്ജ് അറ്റത്ത്. ഓക്കെ, എന്നിട്ട് ബ്രഷ് വാഷ് ചെയ്ത് വേണമെങ്കിൽ അതായത് തുടച്ചെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് റൗണ്ട് ബ്രഷ് തന്നെയാണ്. ഇത് റൗണ്ട് ബ്രഷ് 8 ആണ്. ഇതിന് കുറച്ച് നല്ല നീളമുള്ള, പുതുതായത് കാരണം കുറച്ച് നല്ല നീളമുള്ള ഫെദറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഈ ഗ്രീൻ അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ യെല്ലോ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇമ്മീഡിയറ്റായിട്ട് തന്നെ യെല്ലോ. യെല്ലോ അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ബ്ലൂ ബ്രഷ് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്തു. എന്നിട്ട് ബ്ലൂവും അതുപോലെ പേർഷ്യൻ ബ്ലൂ യൂസ് ചെയ്യാം, അൾട്രാമറൈൻ ബ്ലൂ ഏതെങ്കിലും ഒരു ബ്ലൂ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫെദർ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പം നമ്മൾ ഉണങ്ങാതെ തന്നെ അടിക്കുന്നത് കാരണം ലൈറ്റായിട്ട് ഒരു മിക്സിംഗ് ഒക്കെ വരും. അതൊന്നും പ്രോബ്ലം ഇല്ല. അങ്ങനെ ഒരു മിക്സിങ് വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഡിഫറെൻ്റായിട്ട് വരും. അതുകൊണ്ട് അതൊന്നും പ്രോബ്ലം ഇല്ലാത്തൊരു കാര്യമാണ്. സോ ഇങ്ങനെ ലൈറ്റായിട്ട് മിക്സ് ആയാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഓക്കെ, അപ്പോൾ എല്ലാ ഫെദറും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നടുവിൽ ഈ ഒരു ഷേപ്പ് ഡിഫറെൻ്റായിട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതായത് ഫെദർ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു ഷേപ്പ്. അപ്പോൾ അതിൽ കവർ ചെയ്യുന്ന പോലെ വേണം നമ്മൾക്ക് ഡിസൈൻ വരച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനത്തെ ഒരു കുറച്ച് ഡിഫറെൻ്റായിട്ടുള്ള ഇതായത് കാരണം, ഡിസൈൻ ആയത് കാരണം നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഈ പെയിൻറ്റ് കൊടുക്കാനായിട്ട്. ആ ഒരു ഷേപ്പിൽ തന്നെ അത് കൊടുക്കണം, അപ്പോഴാണ് അതിന് ആ ഒരു ഭംഗി വരുള്ളൂ.
എല്ലാം ഒരേപോലെ കൊടുക്കുമ്പോഴും ഒരു ഭംഗിയില്ല. അപ്പോൾ ഒരു കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ. ഇപ്പോൾ 3 ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ഷേപ്പ്, ഇതൊരു ഷേപ്പ്, ഇതൊരു ഷേപ്പ്. ഇവിടെ ഇനി ഈ യെല്ലോ ഒന്നുകൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. യെല്ലോ അത്രയ്ക്ക് കാണുന്നില്ല, ക്ലിയർ ആയിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ ഈ യെല്ലോ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ ഫെദേഴ്സും ഈ ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഈ പോർഷനും അതുപോലെ ഈ പോർഷനും കംപ്ലീറ്റ് ചെയ്യാം. ഈ പോർഷനിൽ ഞാൻ 2 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡാർക്കർ ഷെയ്ഡും ഒന്ന് ലൈറ്റർ ഷെയ്ഡും. അപ്പോൾ ലൈറ്റർ ഷെയ്ഡ് ഡാർക്കർ ഷെയ്ഡും നമുക്ക് കൊടുത്തിട്ട് ചെയ്യാം. നമ്മളിവിടെ ലൈറ്റർ ഷെയ്ഡ്, ഇവിടെ ഡാർക്കർ ഷെയ്ഡ്, അതിനുശേഷം കഴുത്തും എല്ലാം കൊടുത്ത് ഇപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഒരു വൈറ്റും റെഡും കൂടിയിട്ടാണ്, വൈറ്റും ബ്ലാക്കും കൂടിയിട്ടാണ് ഉള്ളിൽ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഈ ഒരു ഡിസൈനിന് മാച്ച് ചെയ്യുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 1 ബ്രഷ് എടുത്തിട്ട് നമ്മൾ നല്ല ലൈറ്റായിട്ട് വേണം. ഡിസൈൻ അവിടെ ചെറുതാണെങ്കിൽ ചെറിയ ബ്രഷ് എടുത്തിട്ട് വേണം നിങ്ങൾ ഇത് ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ ഈ ഒരു പോർഷൻ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഗ്രീന് വളരെ ലൈറ്റായിട്ട് മതി. ഓക്കെ, പെയിൻറ്റ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എപ്പോഴും തുറന്ന് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ. കാരണം നല്ലപോലെ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ കട്ടിയായിട്ട് ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്ലോത്തിൽ യൂസ് ചെയ്യുന്നത് കാരണം സ്പ്രെഡ് ആവുമെന്നുള്ളത് കൊണ്ട് നമ്മൾ അതൊക്കെ നല്ല കെയർഫുള്ളായിട്ട് നോക്കണം. ഇതിന് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് റൗണ്ടായിട്ട് മാത്രം ഇവിടെ നിന്ന് ഈ ഒരു കഴുത്ത് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പോകുന്നത് പോലെ ഒരു ലൈനും ഒരു റൗണ്ടായിട്ടുള്ള ഡിസൈനും മാത്രമായിട്ട് കൊടുക്കാം.
സെയിം ഇത് മാച്ച് ചെയ്യുന്ന അതേപോലെ. ഇനി നമുക്ക് കണ്ണ് കൊടുക്കാനായിട്ട് വൈറ്റ് കളർ എടുക്കാം. ജസ്റ്റ് കുറച്ച് വൈറ്റ് മതി, കുറച്ച് പോർഷൻ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് വൈറ്റ് എടുക്കാം. നന്നായിട്ട് ബ്രഷ് കഴുകി തുടച്ചതിന് ശേഷം വൈറ്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ മറ്റേ കളറ് മിക്സ് ആവും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഓക്കെ. നമ്മൾ നെക്കിൽ എങ്ങനെയാണോ ചെയ്തത്, ഇവിടെ എങ്ങനെയാണോ പെയിൻറ് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നതാണ് നല്ല ഭംഗി. അതുകൊണ്ട് നമുക്ക് ഇവിടെയും ലൈറ്റ് ബ്ലൂവും അതുപോലെ ഡാർക്ക് ബ്ലൂവും കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഡാർക്ക് ബ്ലൂ കൊടുക്കാം. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും. ഈ ഗ്രീനും യെല്ലോ ഒക്കെ അടച്ചു വെക്കാം, അല്ലെങ്കിൽ അത് കട്ടയായിപ്പോകും. ശേഷം ലൈറ്റ് ബ്ലൂ.
നമുക്ക് നല്ലൊരു ഷെയ്ഡിങ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അൾട്രാ മറൈൻ ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേർഷ്യൻ ബ്ലൂ യൂസ് ചെയ്യാം. ഇത് ലൈറ്റ് ആക്കിയിരിക്കുകയാണ്. അതേ അൾട്രാ മറൈൻ ബ്ലൂവിനെ നമ്മൾ വൈറ്റ് വെച്ചിട്ട് ലൈറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു പോർഷൻ കൊടുത്തിട്ട് നന്നായിട്ട് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് യോജിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ കളർ ഒന്ന് രണ്ടും ചേർന്ന് മിക്സ് ആവുന്ന പോലെ വരണമെങ്കിൽ നമ്മൾ രണ്ടും ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ബ്ലെൻഡിങ് കൊടുക്കണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് നല്ല ബ്ലെൻഡിങ് കിട്ടും. അതായത് നല്ലൊരു ഷെയ്ഡിങ് കിട്ടണമെങ്കിൽ നമ്മൾ ഡ്രൈ ആവണതിന് മുന്നേ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ചില ക്ലോത്തിന്, അതായത് ഇപ്പം കട്ടിയൊക്കെ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ ഒരുപാട് പെയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് അധികം കട്ടിയില്ലാത്ത ക്ലോത്ത് ആണെങ്കിൽ പെയിൻറ്റ് കുറവായിട്ടാണ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. പക്ഷേ നിങ്ങൾ കട്ടി കുറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത കട്ടി കുറഞ്ഞ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഈ കോട്ടൻ്റെ തന്നെ. അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം നന്നായിട്ടുണ്ടാവില്ല. വാഷ് ചെയ്യുമ്പോഴത്തേക്കും അത് ക്ലോത്ത് നന്നല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്തിട്ട് നമുക്ക് യൂസ് ഇല്ലാതെയാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം, ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ക്ലോത്ത് ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, കുറച്ച് കട്ട്, ഇതിപ്പോൾ എൻ്റെ ഇതൊരു ഖാദി കോട്ടൺ മെറ്റീരിയൽ ആയത് കാരണം കുറച്ച് തിക്നെസ് കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് പെയിൻറ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അതല്ല, ഇപ്പം നിങ്ങൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ, നമ്മൾ ടിഷ്യൂ കേരള കസവ് സാരിയിൽ തന്നെ ടിഷ്യൂ മെറ്റീരിയൽ വരുന്നുണ്ടല്ലോ, അതിലാണെങ്കിൽ കുറച്ച് അതിൻ്റെ ടെക്സ്ചർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിനും കുറച്ചൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ഓരോരോ മീഡിയം യൂസ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസും ഉണ്ട്. പെയിൻറ്റൊക്കെ യൂസ് ചെയ്യുന്നതിൽ വ്യത്യാസങ്ങൾ വരും. അതായത് പെയിൻറ്റ് കുറവും കൂടുതലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ നമ്മൾ ചെയ്യുമ്പോൾ പെയിൻറ്റിങ് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് മീഡിയത്തിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ മയിലിൻ്റെ ഏകദേശം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ണിന് ചെറുതായിട്ട് ഒരു റെഡ് ഡോട്ട്, ഇപ്പോൾ കണ്ണിൻ്റെ അകത്ത് നമുക്ക് ഒരു റെഡ് കളർ ഡോട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഡോട്ട് ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ഡോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു മയിൽ ഡിസൈനാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഷെയ്ഡിങ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഷെയ്ഡിങ് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഷെയ്ഡിങ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഡിങ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇങ്ങനെ ഈ രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. അതല്ല ഷെയ്ഡിങ് ഒന്നും വേണ്ട, നമ്മൾ ഒരു കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ ഷെയ്ഡിങ് കൊടുത്താലാണ് കൂടുതൽ ഭംഗി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡിങ് കൊടുത്തത്. ഇപ്പോൾ ഷെയ്ഡിങ് വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് മോഡൽസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഡിഫറെൻ്റായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫെദറിൽ തന്നെ 3 കളർ വരുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ.
ഇതാണ് ഫൈനൽ പിക്ചർ. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ മയിലിനെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ കോമ്പിനേഷൻസ് വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റും. ഓറഞ്ചൊക്കെ മിക്സ് ചെയ്ത് ഓറഞ്ച് കൊടുക്കാം നടുവിൽ. അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയാണോ ക്രിയേറ്റിവിറ്റി അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ 3 കളർ കോമ്പിനേഷനിൽ ഒരു മയിൽ പീലീനെ ഒരു എങ്ങനെയാണോ ഒരു ഡിഫറെൻറ്റ് കളറിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ മാതിരി ഈ ഡാർക്കർ ബ്ലൂ വെച്ചിട്ട് തന്നെ കൊടുക്കാം. ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട്. അപ്പോൾ ഇതിൻ്റെ വാല് ഒന്നുകൂടി നമ്മൾ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ പീലികൾ വാലിൽ നിന്ന് തന്നെ പോകുന്ന പോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് ലൈക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.